ഭംഗിയെന്ന് നോക്കി, കിഡിലൻ വ്യൂ അല്ലേ. അതിനുണ്ട് തണുപ്പ്, നല്ല തണുപ്പല്ലേ? തണുപ്പതിനുണ്ട്, തണുപ്പ് തണുപ്പ് തണുപ്പ്. കൊമ്പൻ്റെ സ്വന്തം നാടായ ആനയിറങ്ങൽ ഡാമിൻ്റെ റിസർവോയറാണ് ഈ കാണുന്നത്. നല്ല ഇത് കണ്ടില്ലേ, കിഡിലൻ കാഴ്ചയാണ് കാണുന്നത്. നല്ല പച്ചപ്പും നല്ല തണുപ്പും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ്. എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് നമ്മളൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇടുക്കി, മൂന്നാറൊക്കെയാണ്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയുണ്ടോ, കോട്ടയം, അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനെന്താ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് അമ്മ നല്ല ചിക്കൻ ഫ്രൈയും മുട്ട പൊഴിഞ്ഞതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരവിടെ നിന്ന് വരുമ്പോൾ നല്ല ബീഫ് ഫ്രൈയും കപ്പയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ട്രിപ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് പ്ലാനിങ്ങോ പരിപാടീസ് ഒന്നുമില്ല. എന്താവും, ഏത് റൂട്ടാണോ ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഞാനും എക്സൈറ്റ്മെൻ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് കേട്ടോ നമുക്ക് കൊണ്ടുപോകാനുള്ള ചിക്കൻ ഫ്രൈ ചെയ്ത് കറി വെച്ചിരിക്കുന്നത്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇന്നലെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. അതുപോലെ കുറച്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫുഡുകളും കാര്യങ്ങളും കുറച്ച് അവർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാം. എന്തായാലും നമുക്ക് റെഡി ആയിട്ട് നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അവരിപ്പോൾ അവിടെ എത്തും, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവർ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പൊറോട്ട മേടിച്ചിട്ടുണ്ട്, ചിക്കനുണ്ട്, മുട്ടയുണ്ട്. അതൊക്കെ വണ്ടി കയറ്റിയിട്ട് നേരെ മൂന്നാറിലേക്ക് പോകാം. കൂട്ടുകാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോന്നോ, നേരെ കയറി പോന്നോ? അത് അവിടെ കുറച്ച് തിരക്കുള്ള ഏരിയ. ആ വഴി മെയിൻ റോഡ് ഇങ്ങോട്ട് കയറുവാ. വാ തിരി ഇങ്ങോട്ട് തിരിഞ്ഞു വാ. പോടാ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറാം. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും സെറ്റായിട്ടിരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോവാം. അങ്ങനെ നമ്മൾ നേര്യമംഗലം പാലം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ് വണ്ടിയിൽ നിന്ന്. അപ്പോൾ ജെയ്സൺ നമ്മുടെ വീഡിയോകളിലൊക്കെ അത്യാവശ്യം ഒരുവിധ ആൾക്കാരെ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ. വണ്ടിയുടെ മെയിൻ ആളാണ് വളരെ അനീഷ്. നമ്മളിപ്പോൾ പൊന്മുടിക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ അതാ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മീനുണ്ടോ? ഇതെന്നാ അടിപൊളിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ, കപ്പ വയ്ക്കി. കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇതുവഴി പൊന്മുടിക്കാട്ടോ പോകുന്നത്. ഓർഡിനറി സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷൻ, ആ ഡാമിൻ്റെ മുകളിലേക്കാണ് നമ്മൾ രാജാക്കാട് വഴി പൂപ്പാറയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണോ നമ്മൾ വന്ന വണ്ടി. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ അവിടെ ഫുഡ് കഴിച്ച് ഫിനിഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ പൊന്മുടി തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടം വരെ നമ്മുടെ വണ്ടികൾ വരുള്ളൂ. ഇവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ പോകണം. തൂക്കുപാലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. വെള്ളമില്ല കേട്ടോ, വെള്ളം കുറവാണ്. വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. ഇതുണ്ടോ, ശരിക്കും പൊന്മുടി ഡാമിൽ നിന്ന് വരുന്ന ഒരു വെള്ളമാണ് കേട്ടോ ഇതിലെ ഒഴുകി വരുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ പൊന്മുടി ഡാമിൻ്റെ അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മുമ്പേ നടന്നു പോകുന്നിരിക്കുകയാണ്. ഡാമിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഓർഡിനറി ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്ത ആ ഡാമാണ് ആസിഫ് അലി. അതിൻ്റെ അപ്പുറത്താണ് ഡാമിൽ ചാടുന്നതായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ എൻട്രൻസ് വരുന്നത്. ഈ വഴി നേരെ പോകുന്നത് രാജാക്കാട്ട് രാജകുമാരിക്കാണ്. അപ്പോൾ ഡാമിൻ്റെ റിസർവോയറാണ് ഈ കാണുന്നത്. ഇവിടെ ബോട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വേറെ എങ്ങോട്ടോ പോകുന്നൊരു വഴിയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ അടിമാലിക്ക് പോകുന്ന വഴി. ഇത് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന സ്ഥലങ്ങളാണ്. എന്തായാലും അടിപൊളി ഒരു പ്ലേസാണ്. ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഡ്രോണൊക്കെ ഇവിടെ പറത്താൻ പറ്റില്ല, നിരോധിത മേഖലയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഇതുപോലെ ജീപ്പുകളാണ് കേട്ടോ. ജീപ്പ് സഫാരികളാണ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ഇഷ്ടം പോലെ ജീപ്പാണ് കേട്ടോ കയറി വരുന്നത്. അങ്ങനെ നമ്മൾ ആനയിറങ്ങൽ ഡാമിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂന്നാർ റൂട്ടാണ് ഈ കാണുന്നത്. പൂപ്പാറ വഴി ആനയിറങ്ങൽ ഡാമിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കിഡിലും വ്യൂസ് ആട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, അരിക്കൊമ്പൻ്റെ സ്വന്തം നാടായ ആനയിറങ്ങൽ ഡാമിൻ്റെ റിസർവോയറാണ് ഈ കാണുന്നത്. നല്ല വെള്ളമുണ്ടോ, നല്ല തണുപ്പും നല്ല കാറ്റുമാണ്. വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. എങ്ങനെയുണ്ട് തണുപ്പ്? നല്ല തണുപ്പല്ലേ? തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് തണുപ്പ് നല്ല ആംബിയൻസും നല്ല അറ്റ്മോസ്ഫിയറും ആണ് കേട്ടോ. അതെ, കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന്. നല്ലൊരു അന്തരീക്ഷമാണ്. സമയം ഇപ്പോൾ വേണ്ടോ 3:30 സമയമായിട്ടുള്ളൂ. എന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ. മൂന്നാറിന് നമ്മൾ പിന്നെ എപ്പോൾ ഒന്നും പറയണ്ടല്ലോ. ക്ലൈമറ്റും കാഴ്ചകളെല്ലാം എത്ര വന്നാലും മടുക്കാത്തൊരു സ്ഥലം തന്നെയാണ്. ഇതുപോലെ ചെറിയ കടകളൊക്കെ കാണാം. എന്തായാലും അടിപൊളി. അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ചാണ് കേട്ടോ ഇത്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. നമ്മൾ ലേറ്റായിട്ട് കഴിക്കുന്നതുകൊണ്ട് പൊറോട്ടയും രാവിലെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട്. പൊറോട്ടയൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു കേട്ടോ. നമ്മൾ പൂപ്പാറ റൂട്ടിലെ തേയിലത്തോട്ടത്തിൻ്റെ ഏരിയയിലാണ് ഫുഡ് കഴിക്കുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഇതാണ് പൊറോട്ടയുണ്ട്. ഇതാണ് ആംബിയൻസ് വരുന്നത്. ഇത് മൂന്നാർ റൂട്ട്, ഇത് നമ്മുടെ പൂപ്പാറ റൂട്ട്. നല്ല തണുപ്പും ക്ലൈമറ്റുമാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയാണ്. കിഡിലൻ കാഴ്ചയാണ് കാണുന്നത്. നല്ല പച്ചപ്പും നല്ല തണുപ്പും ആ ഒരു ആംബിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ആനയിറങ്ങൽ ഡാമിൻ്റെ അവിടെ ഒരു തൂക്കുപാലമുണ്ട്. അത് കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. തേയിലത്തോട്ടത്തിന് നടുക്കിൽ കൂടിയാണ് പോകുന്നത്. ഭംഗി നോക്കി, കിഡിലൻ വ്യൂ അല്ലേ. അങ്ങോട്ട് പോകാൻ പറ്റുമോ? ആ, നമുക്ക് ചെറിയൊരു തൂക്കുപാലം ഉണ്ട് അവിടെ. അങ്ങോട്ടും കൂടി ഒന്ന് പോകാം. കിഡിലൻ ഭംഗിയാണ് അവിടെ. ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനൊക്കെ നല്ല പറ്റിയൊരു ഏരിയ ആണ് കണ്ടോ. ആനയിറങ്ങൽ ഡാമിൻ്റെ അവിടെയുള്ള കിഡിലിനൊരു തൂക്കുപാലം ഉണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ സെയിം മോഡൽ അവിടെയുണ്ട്. നല്ല ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഈ തൂക്കുപാലത്തിൽ കൂടെ അപ്പുറേക്കൊന്ന് കിടക്കാം. ശ്രദ്ധിച്ച് കിടക്കുന്നുണ്ടോ? കണ്ടോ, അപ്പോൾ നമ്മൾ തൂക്കുപാലത്തിന് നടുക്കാണ്ടോ നിൽക്കുന്നത്. കിഡിലിനാണത്. അവിടെ ഒരു തൂക്കുപാലമുണ്ട്. അപ്പോൾ ഇതാണ്ടോ രണ്ടാമത്തെ തൂക്കുപാലം വന്നിരിക്കുന്നത്. ഒരു തൂക്കുപാലം ഇത്, ഒരു തൂക്കുപാലം ഇത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. മുകളിലാണ്ടോ മെയിൻ റോഡ് വന്നിരിക്കുന്നത്. ഒരുപാട് നേരം നമ്മൾ ആനയിറങ്ങൽ ഡാമിൻ്റെ അവിടെ നിന്നു. സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അടിപൊളി കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നല്ല തണുപ്പായി. അപ്പോൾ നമ്മൾ പതുക്കെ മുകളിലോട്ട് കയറി ഒരു ചായയൊക്കെ കുടിച്ച് നേരെ മൂന്നാർ വഴി തിരിച്ച് നാട്ടിലോട്ട് പോരുകയാണ്. എന്തായാലും അടിപൊളി ഒരു ട്രിപ്പായിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞാൽ എല്ലാവരും യാത്ര പറയാണ് കേട്ടോ.
ഓക്കെ, അടുത്തടുത്ത ട്രിപ്പുകളിൽ കാണാം നമുക്ക്. അപ്പോൾ ബൈ ബൈ. ഓക്കെ, കാണാം. അങ്ങനെ ഇന്നത്തെ നല്ല അടിപൊളി ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചത് ആ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാഴ്ചകളും ഫുഡും പിന്നെ കൂട്ടുകാരായിട്ടുള്ള എൻജോയ്മെൻറ്റ് നിമിഷങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരുകളാണ്. ഇപ്പോൾ എല്ലാവരും പല പല സ്ഥാപനങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒഴിവ് കിട്ടിയ ഒരു ദിവസം നോക്കി ഇന്ന് പോയിന്ന് മാത്രം. അപ്പോൾ എന്തായാലും അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ പരിപാടീസോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊക്കെ എങ്ങനെ എടുത്തേക്കുന്നത് എന്താണെന്ന് ഒരു പിടുത്തമില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ലൈക്ക് അടിക്കുക, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെയും ബൈ.